Hello guys, welcome back. Another video vlog guys. അടുത്തൊരു സ്വാഗതം. അജാസൊക്കെ എണീറ്റുള്ളൂ guys. ഇപ്പൊ ഉറങ്ങിയിട്ടില്ല. ഇപ്പൊ തീരെ ഇന്നലെ രാത്രി ഏതോ ഒരു കുട്ടി കുളിച്ചിട്ട് 2 മണി വരെ ഓണർക്കിന് പോട്ടെ ബാക്കിയുള്ള കുറച്ചാക്കാം. ഞാൻ ഒന്നും അറിയില്ല. ഞാൻ നല്ല അറിയാം 10 മണിക്ക് പറയും. നമ്മള് ബായി വരെ ഇറങ്ങിയിരുന്നാ. നമ്മൾ ചിപ്ലിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ അടുത്ത ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളെ മറ്റേ ട്രെയിൻ അവിടെ പിടിച്ചത്. നമ്മൾ ട്രെയിൻ അടുത്ത ട്രെയിൻ പാസഞ്ചർ ട്രെയിൻ ഉണ്ട് ദിവാനഗർക്ക് പോണേ. പക്ഷെ അത് അവിടുന്ന് പോയിക്കണ് ഗൈസ്. പോയോ? അപ്പോൾ അടുത്ത ഡേ ഫസ്റ്റ് ഡേ രാവിലെ മൂഞ്ചിട്ടുണ്ട്. മാൻകോൾക്ക് നമ്മള് നമ്മുടെ ഈ ട്രെയിൻ ലേറ്റ് ആയി. ആ ട്രെയിൻ പോയി. ഞങ്ങളെ വീട്ടിന് എവിടെ അറിയണത്? അജാസേ പാതോടെ സ്വർഗത്തെ പിക്ക പിക്ക. സ്വർഗത്തെ പിക്ക പിക്ക ഗൈസ്. ഹിഡൻ സ്പോട്ട് ആയ കാരണം ഇങ്ങനത്തെ ലൊക്കേഷൻ ഒക്കെ ഉണ്ടാവുക. അതുകൊണ്ടാണ് വേറെ കേരളത്തിൽ ഇറങ്ങിയേക്കൂല. ആൾക്കാരുടെ ഫസ്റ്റ് കാലം ഇത് കേരള ആദ്യമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇറങ്ങിയിടുന്നത്. ചിപ്ലി ഗൈസ്, ചിപ്ലി. ഗൈസ് നമ്മള് ചിപ്ലിലെത്തി. ഇവിടുന്നാണ് നമ്മളെ ഫ്രഷ് അപ്പ് വരുന്നത്. ചെക്കന്മാർക്ക് ആഞ്ഞ് പല്ലേക്കാണ്. അജാസൊക്കെ ആസ്വദിച്ച് അപ്പുറത്ത് ഹൈവേ ഉണ്ട്. പക്ഷെ അവിടെ തിരി നോക്കാം. അവരുണ്ടാക്കാനുള്ള പ്ലാനിലാണ്. ഷെഫ് എന്താ പറയണേ? അവലിന്റെ ഒപ്പം കൂട്ടല്ല സാധനം നമ്മള് കൊടുത്തിട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. ശർക്കര, തേങ്ങ അതൊന്നും നമ്മക്കില്ല. അവര് മാത്രം കൊണ്ടുവന്നേക്കണേ. വാട്ട് ഇസ് ദിസ് ബിഹേവിയർ? അജാസൻ എന്താ പറയണേ? അംജുണ്ടാക്കണ തിന്നാതി. ഇതാണ് കുക്ക്. മിക്കവാറും ഗൈസ് ഞങ്ങൾ അടിച്ചു പിരിയുന്നതാണ് ഗൈസ്. ഇത് തീരില്ല. ചിപ്ലിലാണ് ആകെ മൂടായത്. ഇവിടെ ഒരു മനുഷ്യല്ലേ. പക്ഷെ നല്ല ബാത്റൂം. സ്പോൺസറെ ക്ഷണിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, തുറക്കണ്ട. നിലമ്പൂര് വന്നപ്പോഴാണ് ആ പഴം കൊണ്ടുവന്നത്. അങ്ങനെ മൈസൂത്ത് സുൽത്താൻ കൊണ്ടുവന്ന പഴം. എട്ട് പഴത്തിന് 12 പഴത്തിന് 70 ഉറുപ്പ്യ പറഞ്ഞു. അവൻ 50 ഉറുപ്പ്യക്ക് പഴം കൊണ്ടാണ്.
നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഷെഫിനൊരു പണി അറിയില്ല. ബാക്കപ്പ് പ്ലാൻ ഉണ്ടായതോ വാപ്പി വീട് ചങ്ക് പൊട്ടി മരിച്ചു മൂപ്പര്. അല്ലെങ്കിൽ ഇതില്ലല്ലേ വരുന്നില്ലല്ലോ എല്ലാം വേണം. അതാവൂലെങ്കിൽ ആവൂലേ. എനിക്കായിട്ട് സ്പെഷ്യലായിട്ട് സാധനങ്ങൾ ഞാൻ മേടിച്ചിക്കണേ. കഞ്ചിട്ടാ പോലെ അമ്മ കേൾക്കാനൊക്കെ ഉണ്ടാവും. അതെ ഇവിടെ നമുക്ക് വെള്ളം കിട്ടി. വെള്ളം കണ്ടാ കൊറേ ഫുഡ് പ്രോപ്പർ ആയിരുന്നു കേട്ടോ. പക്ഷെ ഷെഫ് മാറിയിക്കണേ. അവലും ഭയങ്കര നിക്കണൊക്കെ ട്രെയിനും കാത്തിക്കാ പോയി. അങ്ങനെ കഴിച്ച് നമ്മൾ അടുത്ത ട്രെയിന് കയറിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന ട്രെയിനാണ്. ട്രെയിൻ നമ്പർ 2 ഗൈസ്. ട്രെയിൻ നമ്പർ 2 പാത 3. ഒരു നോർത്താര എന്ത് വന്നാലും തിന്നാ. അപ്പൊ ഗൈസ് നമ്മൾ എന്ത് ചെയ്യാണ്, റോഹ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അജാസ് മൂടായി. ഗൈസ് നമ്മള് റോഹ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. നമ്മള് അടുത്തതായിട്ട് ജഞ്ചീര ഫോർട്ടിലോട്ട് പോവാണ്. ജഞ്ചീര ഫോർട്ടിലോട്ടുള്ള ആ യാത്ര അതൊരു വ്യത്യസ്ത യാത്രയാണ്. നിങ്ങൾ കണ്ടു നോക്കൂ. ഓക്കെ, ബത്തക്ക ഉണ്ട് ഗൈസ്. ബത്തക്ക തണ്ണിമത്തനുണ്ട് ഗൈസ്. എത്ര കിലോന്? വെറും 7 രൂപയുള്ള ബത്തക്ക ഗൈസ്. അതും സൂപ്പ് ഗൈസ്. അങ്ങനെ റോഹ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1 കിലോമീറ്റർ അപ്പുറത്ത് എന്ത് ചെയ്തു, നമ്മൾ ബസ് സ്റ്റാൻഡ് എത്തിയാണ്. റോഹ ബസ് സ്റ്റാൻഡ്. ഇനി ഇവിടുന്ന് ബസ് സ്റ്റാൻഡ്. അങ്ങനെ ഗൈസ് നമ്മളെ ജഞ്ചിയിലേക്കുള്ള ബസ് 2:45 സമയം 1:15 അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേന് ജഞ്ചിയിൽ അടക്കോ ഇല്ലെന്ന് നമുക്ക് കർഷകരോടെ ചോദിക്കാം. 4 മണിക്കാണ്. ഒന്ന് നോക്കി നോക്കട്ടെ, ചെക്ക് ചെയ്ത് നോക്കട്ടെ. പറയാം. ഗൈസ് അങ്ങനെ നമ്മൾ ജഞ്ചീര ഫോർട്ടിക്കുള്ള ബസ്സിൽ പോവാണ്. ബസ് കയറാൻ പോവാണ്. മുരൂട് ബസ്സാണ്. മുരൂട്. ചേച്ചി മാറു പ്രസാദ് വരുന്നുണ്ട്. ഇതാക്കണം. ഗണേശൻ മന്ത്രിയുടെ നമ്മൾ ഇതേപോലെ തിരിച്ചു വരെ ബസ്സില്ല. അവിടെ സ്റ്റേ കുക്ക് ചെയ്യോ. പുഷ് ബാക്ക് ഉണ്ടോ? ചെറിയൊരു ലുക്കും. ഓരോടെ കാണില്ലല്ലോ. അജാസ് കമ്പനിക്കാരായി.
കുട്ടി ചിരിക്കുന്നുണ്ട് ഗായ്സ്. ചെറിയ കുട്ടി കേട്ടോ. നീണ്ട കാമണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഏതൊരു സ്റ്റോപ്പിലെത്തി. ഓ മൈ ഗോഡ്. നമ്മൾ ബസ്സിലാണ് ജഞ്ചീര ഫോർട്ടിന്റെ അടുത്തേക്ക് പോകുന്നത്. നേരെ എവിടെ നമ്മൾ ഇറങ്ങാൻ അറച്ചത്? ഇവിടെ ഇറങ്ങാം രാജ. റോഹിൽ നിന്ന് 40 കിലോമീറ്റർ താണ്ടി നമ്മൾ ജഞ്ചീര ഫോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ബാക്കിൽ കാണാം, കാണുന്നുണ്ടോ? കേറ്റിൻ്റെ ഇതാണ് കാഹരി ഘട്ട്. ഇത് നമ്മുടെ ഒരു ടോംബ് പോലെ ഒരു ചെറിയൊരു സംഭവമാണ്. മാർബിൾ നിർമ്മിതിയാണ്. ഇനി ഇതൊരു കടൽ, ഇതിൻ്റെ അകത്താണ് നമ്മുടെ ജഞ്ചീര ഫോർട്ട് ഉള്ളത്. ഏകദേശം 1 കിലോമീറ്റർ നടക്കാണ്ട്. നമ്മൾ റോഹേന്ന് 40 കിലോമീറ്റർ താണ്ടി ഏകദേശം ഒരാൾക്ക് 81 രൂപ പെർ ഹെഡ് ടിക്കറ്റ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് പോയാൽ എന്താണ് അംജൻ എന്താ പറയാനുള്ളത്? നമുക്ക് എന്താ പറയാ, നമ്മളെ നാട്ടിൽ നിന്ന് ആരും ഇവിടെ വന്നേക്കൂല. ടോട്ടലി ഹിഡൻ ആയിട്ടുള്ള നമ്മുടെ ഇന്നിട്ട് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ അത്രക്കും പ്രയാസമാണ്. മഹാരാഷ്ട്രന്റെ ഒരു മൂലൊക്കെയാണ് കിടക്കുന്നത്. മഹാരാഷ്ട്രക്കാർക്ക് പോലും അറിയുണ്ടാവില്ല എങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ വികസനങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മഹാരാഷ്ട്ര മൺസൂണുകളിൽ സീസൺ ആവുന്ന ഒരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇനി അടുത്ത മൺസൂൺ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, ഇവിടെ നോക്കിയാൽ ബീച്ചിന്റെ നല്ലൊരു വ്യൂ കാണാം. ഈ കടലിന്റെ നടുവിൽ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് അതൊരു അത്ഭുതമാണ്. അങ്ങനെ നമ്മുടെ ജഞ്ചീര ഫോർട്ടിൽ നമ്മൾ ലേറ്റ് ആയി, ഏകദേശം 20 മിനിറ്റ് ലേറ്റായി. ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലോസ് ചെയ്തു. ഹർഷദാകെ സങ്കടത്തിലാണ് കഴിച്ചത്. അവൻ്റെ ഡ്രീം പ്രൊജക്റ്റാണിത്. ഏകദേശം 2 വർഷത്തെ പ്ലാനിങ് ആണ് ഇപ്പോൾ നമ്മൾ പോന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചിക്കൻ പൊരിയും. അതെ, ചിക്കൻ പൊരിക്കോ ചിക്കൻ വെക്കോ എങ്ങനെ ടോപ്പത്. രാത്രി അംജദിൻ്റെ ബുക്കിംഗ് ഇവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ടാണ് വിളിച്ചടിക്കണത്. പക്ഷേ ജഞ്ചീര ഫോർട്ട് കാണാൻ പറ്റാത്തത് നാളെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. പക്ഷെ നമ്മളൊരു ഡേ എക്സ്പാൻഡ് ആയിരുന്നു മാത്രം. നോക്കി വെക്കാം. അങ്ങനെ പ്രതീക്ഷയോടെ വന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നില്ല, ഇവിടെ നിന്ന് ഇവിടെ സ്റ്റേ അടിച്ചിട്ട് കണ്ടിട്ടേ പോകണുള്ളൂ. അവിടെ നിന്ന് വാങ്ങാം. പോവാണ്. അങ്ങനെ നമ്മുടെ റൂമിൽ കയറിയിട്ടുണ്ട്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാണ്. ചെറുകണ കട ഉണ്ട്, ഏതായിരുന്നു ചെറുകണ്ട. അപ്പം നമ്മളിനി അടുത്ത ബീച്ചിലോട്ട് പോവാണ്. ഓക്കെ ഗൈസ്, ഞാനും മജാസും ഇറങ്ങി. നമ്മള് മുരുട് ബീച്ച് കാണാൻ ഇറങ്ങി ഗൈസ്. നല്ല കിണ്ണ സൺസെറ്റ് ഉണ്ട്, അടിപൊളി സൺസെറ്റ് ഗൈസ്. ഇതാണ് നമ്മുടെ ഫോർട്ട്. ഇവിടെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. അവിടെ ഏതോ ടീം, അർജന്റീന ടീം തോന്നുന്നു, തർക്കം പൊടിച്ച് വരുന്നുണ്ട്. കേറാൻ മാത്രം ഇറങ്ങാൻ അറിയില്ലേ? ഗൈസ്, മഹാരാഷ്ട്രയിലെ ഒരു ബീച്ചാണത്. മൊറട്ട് ബീച്ചാണ് ഗൈസ്.
റിച്ചസ്റ്റ് വൺ ഓഫ് കോഴിക്കോട് സൗത്ത് ബീച്ചിന്റെ മേലെ നിൽക്കട്ടോ ക്ലീന് വൃത്തി പരിപാടിയൊക്കെ ഉണ്ടോ നീറ്റാണ്. ഒന്നാമത് എന്താ വെച്ചാല് ഇത് നമ്മുടെ ഇന്ത്യ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് സ്റ്റേറ്റുകളിൽ ഒന്നാണ് മഹാരാഷ്ട്ര. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് ഇവിടെ തന്നെ ഉണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും ഫോട്ടോ എടുക്കുക, ജോസും ഫോട്ടോ എടുക്കുക. പന്തടി ടർഫിക്കരുണ്ട്. കളി അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ഡിന്നറിനുള്ളത് തുടങ്ങുകയാണ്. ഡിന്നറിനുള്ള പണി തുടങ്ങുകയാണ്. നിഷാദ് ഓനോൻ്റെ പണി എടുക്കുന്നുണ്ട്. ഓനോനെ തന്നെ കേൾക്കുന്നുണ്ട് ഗൈസ്. അംജദാണ് ഷെഫ് എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറയല്ലോ, അംജിന്റെ പേര് മാത്രം ഒരു സാധനം അറിയുന്നുണ്ട്, പയം മുറിച്ചാൻ കൂടെ അറിയില്ല. ആ ടീമാണ് അത് അലുവ കണ്ട പോലത്തെ പീസാണ് ഗൈസ്. അലുവ കണ്ട പോലത്തെ പീസാണ്. അടുപ്പൊന്ന് കൂട്ടിയടാ അവിടെ. അവിടെ മൂലക്ക് കൊണ്ടേക്ക്, ആ മൂലക്കൊക്കെ പുറത്തേക്ക്. നമ്മള് തീ കത്തിട്ടുണ്ട്. അടുപ്പ് റെഡിയാടാ, ചുരോന്റെ അടുപ്പ് അടി. അതെ സോസ് ഒഴിക്കുന്നെങ്കിൽ തക്കാളി ഇടണ്ട, പക്ഷെ സോസ് ഒഴിച്ച ഒരു മധുരക്കറിയോ. അതെ ഒരു രസമാണ്. കുത്ത് കിട്ടും. കത്തിച്ചാ സൗണ്ട്. അപ്പൊ എന്താ ഉണ്ടാക്കാൻ പോണത് ഞങ്ങളിപ്പോ അറിയില്ല. ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പറയുള്ളൂ. ഫുൾ കോൺഫിഡൻസ് ചിക്കൻ കറി. അജാസ് ഇവിടെ പോണ ഇങ്ങനെ. അജാസിന് ഇതൊക്കെയാണ് ഇഷ്ടം. കാക്കത്തവിടെ അൽപ്പറ. ആ ഓക്കെ. ഉണ്ടാക്കാണ്. അപ്പൊ ഫഹദ് നമ്മള് കട്ടിംഗ് ബോർഡ് കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ ഫഹദ് ഒന്നും പക്ഷെ പാത്രം ചോദിച്ചോണ്ട് അഞ്ചോട് എത്തിയിട്ടുണ്ട്. ഒരു ഷെഫ് പറഞ്ഞ അടുത്താണ് തക്കാളി വേണ്ടത്. അത് പറഞ്ഞു ഒറ്റൊന്നും മതി. ഷെഫിന്റെ അടുപ്പാപ്പത്. ഷെഫേ തുടങ്ങാണ്. സ്പൂൺ എടുത്തോ ജി. അയ്യോ പഠിച്ചു. ഇത് നമ്മള് വാങ്ങിയിട്ടുള്ളത് ബഡ്ജറ്റിൽ നിന്നാണ് ഗൈസ്. നമ്മള് ചെറിയ ഹെൽപ്പർ കേട്ടോ. പ്ലേറ്റോ എടാ ഒരു സ്പൂൺ എടുക്ക്. അർച്ചനത്തെ പണി. ഓക്കെ സരി ഞാൻ നിഷാദിന് കൊടുത്തതേന്. അങ്ങോട്ട് പോയി എല്ലായിടത്തും. പിന്നെ നമ്മളെ എത്തണം പറഞ്ഞാലേ നോക്കണ്ടേ ചെക്ക. അയ്യോ നല്ല ടോപ്പാണ്. നല്ല നേക്കുണ്ട്, നല്ല വെളിച്ചുണ്ട്, നല്ല ചൊറുക്കും നമ്മളൊക്കെ. കളിച്ചിരിക്കാതെ കേകള വേം. പിന്നെ റഫീന്റെ ഒന്നാമത്തെ വിസിൽ അടിച്ചു. ഇനി രണ്ടാമത്തെ നമ്മള് കാത്തിക്കാണ്. രണ്ടാമത്തെയാണ്. അപ്പൊ നമ്മള് ചിക്കൻ പൊരിക്കാൻ പോകണം. എണ്ണ ചൂടേക്കണോ? എണ്ണ ചൂടാട്ടെ, കുറച്ചുകൂടി ചൂടായിക്കോട്ടെ. നമ്മള് നെയ്ച്ചോർക്ക് പോവാണ്. ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ പരിപാടി നെയ്ച്ചോറാണ്. ചിക്കൻ മദ്യം എന്റെ അഭിപ്രായത്തില്. പക്ഷെ ഇത് സെന്ററിൽ വെച്ചാൽ വെക്കില്ല. പുകയിലാകെ സാധനം വന്നു. ഇത് ബാക്കില് തെങ്ങന്റെ പോലെ നമ്മന്റെ പോലെ പട്ട ഫുഡിക്കുള്ള പട്ട.
നെയ്ച്ചോർക്കുള്ള പട്ട കൊണ്ടുവരാ ഇന്നോളെ പട്ടാണപ്പോ പഠിപ്പിച്ചേരാ കേട്ടോ. ഇന്റെ റബ്ബേ അടുക്കളയ്ക്ക് പോലില്ല. ഈ പട്ട യെസ് പട്ടി പോവാ. ഇത് ഇഞ്ഞുണ്ടോ? ഒന്നതിയാവും. ഇതിൽ വേറത്തെ മരുന്ന് കടുകാണല്ലേ. നല്ല ആത്മാർത്ഥമായിട്ട് അപ്പുറത്തെ കണ്ടത്ത് പോയി കൊടുന്നല്ലോ. അത് കൊടുന്ന സാധനം നല്ല ആത്മാർത്ഥമുണ്ട്. കറക്റ്റ് സമയത്തിനേ ഇസ്രാഫിൽ സൂര്യലൂതുന്നു. ഗ്യാസ് കൂടി ഇല്ലാന്നുണ്ടെങ്കിലേ പറയാണ്ടോ. ഈ അജാസിനെ നമ്പിരുന്നില്ലേ ഞാൻ ജാസിനോട് പറഞ്ഞാൽ പേപ്പർ ഇട്ട കത്തുള്ളൂ. വിറക് കത്തണതിന്. ചെറിയനാക്ക് ഇവിടെ കൊടുക്കണം. അളവ് നടക്കില്ല. അത് നമ്മളെ പരിപാടിയാണ്. അംജുവിന്റെ ചോറ് അംജുനെ വാങ്ങണ ഗൈസ്. ആദ്യം കണ്ടത് തിങ്കളാഴ്ച. ചോറ് എങ്ങനെ കുത്തിക്ക അത് തീർക്കണം. പപ്പടത്തിന്റെ ഒരു കറ അച്ചാറുണ്ട് കേട്ടോ. നമ്മളെ ട്രിപ്പിന്റെ പാക്കേജർ ഗൈസ്. അങ്ങനെ ഫുഡ് കഴിക്കല് തുടങ്ങി. ഫുഡ് എന്താ അവസ്ഥ? ഞാൻ അംജുവിന് നന്ദി പറയാണ്. അംജുവിനല്ല നമ്മളെല്ലാവർക്കും ഫുൾ ടീം കോർഡിനേഷൻ. ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെ. മാഷാ അല്ലാഹ് ഹൈർ പരിപാടി. ഫുഡ് കഴിച്ചു കഴിഞ്ഞു. മോനെ കരിയറിൽ ഇങ്ങനെ ട്രിപ്പ് പോയിട്ട് അങ്ങനെ ഫുഡ് കഴിച്ചിട്ടില്ല. പാക്കേജില് പോലും കിടിലം ഫുഡ് എല്ലാം പറ്റി. വെറുതെ പറയല്ല, ഞങ്ങൾ തന്നെയാണ് ഇത് കരുതി പറയല്ല ഗൈസ്. നല്ല അടിപൊളി അടിപൊളി ഫുഡ്. നിർണായക കണ്ണു വെച്ചത് അജാസാണ്. എന്താ വെച്ചാൽ ഞങ്ങള് ഷെഫുമാരെല്ലാരും ഓൾറെഡി എല്ലാരും ഓൾമോസ്റ്റ് ഷെഫുമാരാണ്. ഫാദ് ആയിക്കോട്ടെ, അംജദ് ആയിക്കോട്ടെ, മിസ് ആയിക്കോട്ടെ, ചെറുവനായിക്കോട്ടെ, നമ്മളൊക്കെ ഷെഫുമാരാണ്. നമ്മളൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുകയാണെങ്കിൽ മന്തിക്കട, ബിരിയാണി കട ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ബാക്ക് പോയാ വൈഡ് ആംഗിൾ എടുക്കണ്ടി. മോറാണ് പാത്രം മോറി കഴിഞ്ഞുണ്ട്. നമ്മളെ ഫ്രണ്ട്സ് ആണ് ഇതൊക്കെ. വെള്ളടിയാണല്ലോ. വിമ്മുണ്ട്, കമ്പിച്ചണ്ടി അഞ്ചെടുത്ത അങ്ങനെ എല്ലാം എടുത്താണ്. നമ്മള് ഫുള്ള് പാടാണ്. കഷ്ടപ്പെട്ട് ഇതിഹാസം സൃഷ്ടിക്കുന്നവരാണ്. അല്ല പറയാല്ലേ ഒന്നുമല്ല, ഈ ഹോട്ടലുകാരുടെ നന്ദി പറയാല്ലേ. ആരാ ഇവിടെ സ്വന്തം ഹോട്ടലിന് മുന്നിൽ തീയൂട്ടായിക്ക. അതായത് ഇത് ശരിക്കും കണ്ടോ, ഇത് ശരിക്കും ഒരു ഹോട്ടലാണ്. ഇത് ശരിക്കും ഒരു ഹോട്ടലാണ്. ഹോട്ടൽ ഇത് റൂംസ് ഫുഡ് കഴിക്കുന്നവരാ, സെപ്പറേറ്റ് ഫുഡ് കഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മളോട് ഇവിടെ പറഞ്ഞു എന്ത് ചെയ്യാന്, ഇവിടെ ഫുഡ് ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചോളി എന്ന് പറഞ്ഞു. ഉണ്ടാക്കിയ സ്ഥലമാണ്. ഒരു വൃത്തിയോടാക്കില്ല, എല്ലാം വൃത്തിയാക്കി ചെയ്തു കൊടുത്തു. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഈ ഹോട്ടലിനോടും പിന്നെ നമ്മളെ ഡോക്ടർ സാഹിബിനോട് പറഞ്ഞു. അത് എങ്ങനെ പറഞ്ഞാലും ഫുഡ് ഉണ്ടാക്കാൻ ഇവിടെ സമ്മതിച്ചു, കഴിക്കാൻ പോലെ പ്ലേറ്റും തന്നു. അങ്ങനെയും സഹകരണം നമുക്കത് ഇഷ്ടപ്പെട്ടു. ഒരേ ടേബിളും ചിന്തയിലാണ്. പൈസ